Good morning, all. Good morning, Good ma'am. morning. പ്രപഞ്ച Morning, സൃഷ്ടാവിനെ നന്ദി ma'am. പറഞ്ഞുകൊണ്ട് മോർണിംഗ് പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ബോബി മാം ആണ്. മാം സൈക്കോളജിസ്റ്റ് ആണ്, ടീച്ചറാണ്, മെഡിറ്റേഷൻ പ്രാക്ടീഷണർ ആണ്. മാം നമ്മളുടെ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഒരു സമയത്ത്. മാമിനെ പുതിയ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. മോർണിംഗ് സർക്കിളിൽ ആദ്യമായിട്ടാണ് മാം ക്ലാസ് എടുക്കാൻ വരുന്നത്. വളരെ സന്തോഷമുണ്ട്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. Thank you. സ്റ്റാർട്ട് ചെയ്യാലേ മാം? Okay, start ചെയ്യാം ട്ടോ. Okay, good morning. Good morning. സദ്ന മാം പറഞ്ഞതുപോലെ കുറേ നാളുകളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അല്ല സജ്ന മാം നമ്മുടെ ക്ലാസ്സിൽ വരുമായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് വേറെ കുറെ ആ സമയത്ത് വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും റെക്കോർഡ്സ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പം ആദ്യം ഞാൻ താങ്ക് യു പറയാണ് വിംബിൾ അക്കാദമിക്കും സൃജന മാമിനും എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ദ പവർ ഓഫ് സ്പിരിച്വാലിറ്റി ഇൻ അവർ എവറിഡേ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നു പോകുമ്പം അവിടെ എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിനുള്ള ഒരു അതിൻ്റെ ഒരു ശക്തി, അതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിങ്ങനെ കുറെ പറയുന്നതായിട്ടല്ല, നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ സ്പിരിച്വാലിറ്റി എന്നും അതിൻ്റെ പവറും ഒക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും, നമ്മൾ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ അവരെല്ലാവരും തന്നെ ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നിപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ മനസ്സിലുണ്ടായ കുറെ ചിന്തകളുണ്ടല്ലോ. എഴുന്നേറ്റ് വരുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ കുറെ ചിന്തകളൊക്കെ വരും. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായ 1-2 ചിന്തകളൊന്ന് ഷെയർ ചെയ്യാമോ? സന്തോഷമായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് എഴുന്നേറ്റത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു. ഇന്നത്തെ ജീവിതത്തിന്, ഇന്നലെ കഴിഞ്ഞ ജീവിതം ഇന്ന് തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ചിന്തകളായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഇന്ന് കർക്കിടവാവല്ലേ, ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പൊ പതുക്കനൊക്കെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പതുക്കനൊക്കെ ചെയ്താൽ മതി എന്നുള്ള അങ്ങനെ ചിന്തിച്ചിട്ടുള്ള സത്യത്തില് ഞാൻ ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ, അതിന് നമ്മൾ അത് ഇതൊരു ഇന്നർ പവറാണ് നമുക്ക്, അല്ലേ? അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് പലപ്പോൾ പറയാനൊന്നും സാധിക്കില്ല. ചിലർക്ക് ഉള്ളിൽ പറയണമെന്നുണ്ടാവും, എന്നാലും സാധിക്കാത്തവരുണ്ട്, അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഓരോ സമയത്തും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ ഈ ഓരോ തോട്ട്സിനെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ശ്രദ്ധിക്കും, പോവും, അല്ലേ? നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് അതറിയാം നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഒന്ന് ഓർത്തെടുക്കുന്നത് പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ വേർഡ് ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ
മനസ്സിൽ പെട്ടെന്ന് എന്താ വരുന്ന ഓർമ്മ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലേക്കുള്ളൊരു നമ്മൾക്ക് അടുപ്പം. എന്താ പറയാ, ദൈവത്തിനോടുള്ള ഒരു അടുപ്പം എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? ശരി, താങ്ക് യു അൻസാർ സാർ. ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും ദൈവത്തിനോടുള്ള അടുപ്പം എന്നാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് വേറെ ആരോ എന്തോ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു ഞാനത് നമ്മുടെ ആത്മാവിനെ എന്തോ നമ്മുടെ ആത്മാവിനെ അറിയുന്ന ഒരിത്, ആത്മാവിനെ ഓക്കെ, നമ്മുടെ അറിയാനുള്ള ഒരു ആത്മാവിനെ തരം. അറിയാനായിട്ട്. വെരി ഗുഡ് കേട്ടോ, നല്ല. ഓക്കെ, അപ്പൊ ശരിക്കും ഉണ്ടല്ലോ, ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തത്. അതായത് ഈ നമുക്ക് ചില വാക്കുകൾ സംസ്കൃതത്തിൽ വന്ന് അവിടുന്ന് നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാം ഇന്ന വേർഡ് ലാറ്റിനിൽ നിന്നാണ് വന്നത്. അതുപോലെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വേർഡ് ശരിക്കും സ്പിരിറ്റസ് എന്ന് പറയുന്നത്, സ്പിരിറ്റ് നമുക്കറിയാലോ, സ്പിരിറ്റ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എനിക്ക് അത് ചെയ്തപ്പോൾ നല്ല സ്പിരിറ്റ് ആയിരുന്നു അല്ലെ, എനിക്ക് നല്ല സ്പിരിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല ആക്റ്റീവായിട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അതുപോലെ ഈ സ്പിരിറ്റസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന വേർഡ് വന്നത്. ശരിക്കും ഇതിന്റെ ഒറിജിൻ ചെയ്ത സമയത്ത് ഇതിന് റിലീജിയൻ ആയിട്ടോ റിലീജിയസ് ആയിട്ടോ ഒന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഈ സ്പിരിറ്റസിന്റെ മീനിങ് എന്ന് വെച്ചാൽ ബ്രെത്ത് അല്ലെങ്കിൽ ലൈഫ് എനർജി, സോൾ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലായി. സ്പിരിറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രെത്ത്, നമ്മുടെ ശ്വാസമാണ് അല്ലെങ്കിൽ നമ്മുടെ ഊർജമാണ്. അതും അല്ലെങ്കിലോ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് നമ്മുടെ സോള് എന്നായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ വേർഡ് വന്ന സമയത്ത് വിചാരിച്ചിരുന്നത്. അതായത് അന്നത്തെ മനുഷ്യര് ഭയങ്കര ഒത്തിരി ഏൻഷ്യൻ ടൈമിലാണ്, ഒത്തിരി പുരാതന കാലത്താണ്. അന്നത്തെ മനുഷ്യർക്ക് അത് കറക്റ്റ് അറിയാമായിരുന്നു. നമ്മുടെ ലൈഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ്. ഈ ശ്വാസവും ബോഡിയും, അതായത് ബോഡി എനർജിയും നമ്മുടെ മൈൻഡും. മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നേ ഉള്ളൂ, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ബയോളജിയിലൊന്നും മൈൻഡ് എവിടാന്ന് പറയുന്നില്ല. വേണമെങ്കിൽ നമുക്കതിനെ സോൾ എന്നും പറയാം അല്ലെ. അതും ആ മൈൻഡിനെ കഴിയും ഒരു ഹൈ എനർജിയിലാണ് സോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവയൊക്കെ തമ്മിലുള്ള ഒരു ബന്ധവും ഇവയൊക്കെ തുല്യാണെന്നും ഈ ബ്രെത്ത് എന്ന് പറയുന്നത് തന്നെയാണ് ലൈഫ് എനർജി എന്നും ഒക്കെയുള്ള ഒരു ഹൈ ഡെഫിനിഷൻ ആയിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം എല്ലാം നമ്മളിങ്ങനെ ഓരോന്നും നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ അത് മാറ്റി മാറ്റിയാണ് അത് ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പൊ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇത് റിലീജിയസ് ആയി. അപ്പൊ നമ്മൾ എന്തു പറഞ്ഞു, അത് എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെ വന്നപ്പോഴൊക്കെ ഉണ്ടായ ഒരു ചേഞ്ചസ് ആയിരിക്കും, അത് നമുക്ക് നല്ലതിന് വേണ്ടിയായിരിക്കാം. അത് എന്തായി തീർന്നു? റിലീജിയസ് ആയി. നമ്മൾ ദൈവത്തിനെ കണ്ടുപിടിക്കാനുള്ളതെന്നായി. ഇപ്പൊ ദൈവം വേറെ എവിടെയോ ആണെന്നുള്ളതായി. ദൈവം നമ്മളിലല്ല, വേറെ എവിടെയോ ആണ്. നമ്മളെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുക അല്ലെ. നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, അവിടെയും എല്ലാവർക്കും അറിയാം, ഓർക്കുന്നുണ്ടോ ഒരു പാട്ട്? ഞാൻ എല്ലായിടവും തെരഞ്ഞു നടന്നു പക്ഷെ എവിടെയും കണ്ടില്ല അല്ലെ. അങ്ങനെ മീനിങ് വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പാട്ടുണ്ട്, അതിന്റെ ലൈൻസ് ശരിക്കും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അതല്ല, നമ്മളിങ്ങനെ അത് കറക്റ്റ് ആണ്, ഈ മീനിങ് ഒക്കെ വരുന്ന ഒരു പാട്ട് തന്നെയാണ്. ജിഷമാം താങ്ക് യു. അതല്ല, നമ്മളിങ്ങനെ വേറൊരെണ്ണം പറയില്ലേ, അവിടെയും കണ്ടില്ല, അങ്ങനെ. ഞാൻ പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അതായത് ഈശ്വരനെ തേടി അലഞ്ഞു. കറക്റ്റ്, വെരി ഗുഡ്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അവിടെയും അല്ലെ. ആ വരികൾ എനിക്ക് കിട്ടിയില്ല, പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലത് കയറി വന്നതാ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഇപ്പത്തെ മനുഷ്യരൊന്നും നമ്മളിൽ ദൈവത്തെ കാണാതെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ എപ്പോഴോ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ റിലീജിയസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇപ്പോഴും ആളുകളുടെ ചിന്ത ഈ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ സംതിങ് കണക്റ്റഡ് വിത്ത് റിലീജിയൻ എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറ മോഡേൺ ആയിട്ട് നമ്മളിപ്പോ അതിന് വീണ്ടും ഡെഫിനിഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്, സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇന്നർ അവയർനെസ്. നമുക്ക് ഒരു അവയർനെസ് ആണ്. എന്താ? നമുക്കൊരു ഇന്നർ പവർ ഉണ്ട് എന്നുള്ള അവയർനെസ് നമുക്ക് തരുന്ന എന്താണോ അതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് നമ്മളിപ്പോ പുതിയ രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നേരത്തെയൊക്കെ ക്ലാസ് എടുത്ത പല ടോപ്പിക്കുകളിലും നമ്മൾ പറയുന്നതെല്ലാം സ്പിരിച്വാലിറ്റിയാണ്.
ഇപ്പൊ നമ്മൾ ഈ നിമിഷം ഇവിടെ ഇരിക്കുക, നമ്മൾ ഇരിക്കുമ്പം നമ്മൾ ഫുള്ളി ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം എൻഗേജ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ വർക്കാണ്. നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യുന്നു, നമ്മൾ കാമാണ്, ക്വയറ്റാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അതുമൊക്കെ ഒരു സ്പിരിച്വാലിറ്റി തന്നെ, നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ നമുക്ക് ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുള്ള, അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ്. അതായത് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ് വർക്കിംഗ്. ഞാൻ നിങ്ങളോട് വെറുതെ അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുന്നതല്ല, ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. നമ്മൾ ഇത്രയും ലൈഫിൽ ഇപ്പോഴും നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 എബോവ് ഉള്ളവരായിരിക്കുമല്ലോ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർ, അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവരും ആയിക്കൊള്ളട്ടെ. നമുക്ക് ശരിക്കും നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിലല്ലാതെ നമ്മുടെ ഉള്ളില് ഇതുപോലെ ഒരു ബ്രീത്തിങ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ കുറിച്ച് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ സമാധാനത്തോടെ ചെയ്യാറുണ്ടോ? നമ്മൾ ഒരു ഫിലിം കാണാനിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്ന് ആ ഫിലിം ഇരുന്ന് കാണും, ചിരിക്കും, സന്തോഷിക്കും, കരയും ചിലപ്പോൾ അത് കണ്ടിട്ടല്ലേ. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് നമ്മുടെ ബോഡിയെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് നമ്മളൊരു ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാം. നമ്മളൊരു ഈ എന്താ എണ്ണയൊക്കെ ആട്ടുന്ന മില്ല് അല്ലെങ്കിൽ അരി പൊടിപ്പിക്കുന്ന ഒരു മില്ല് നമ്മൾ ജസ്റ്റ് ചെല്ലുവാണെന്ന് വിചാരിച്ചോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ വണ്ടടിക്കും അല്ലെ, ചെറിയ പ്രായത്തിലല്ല ഇപ്പോഴും, എന്ത് കാര്യമായിട്ട് അവിടെ ഓരോ കാര്യങ്ങളും പോകുന്നു, ഒരിടത്ത് കൊണ്ടിടുന്നു, അതിങ്ങനെ കറങ്ങി വന്ന്, അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കിയൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡിയെ ചിന്തിച്ച് ഒരേ ടൈമില് അല്ലെ, ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നു, ഞാൻ പെട്ടെന്ന് ചിരിക്കുന്നു, അല്ലെ പെട്ടെന്ന് കരയുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് അടിക്കാൻ തോന്നുന്നു, വഴക്ക് പറയാൻ തോന്നുന്നു, അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ ബോഡി എടുക്കുന്ന ഓരോ എഫേർട്ടും അല്ലെ, അതിനു വേണ്ടി ഈ ബോഡി ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ക്വയറ്റായിട്ടിരുന്ന് നമ്മളെ തന്നെ നമ്മൾ ശരിക്കും അങ്ങനെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, വളരെ കാര്യമായിട്ട്. അപ്പൊ ഒന്ന് ആ ഒരേ ടൈമിൽ തന്നെ എന്തെല്ലാം കാര്യമാണ് നടക്കുന്നത് അല്ലെ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നു, നമുക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, അങ്ങനെ എന്തെല്ലാം കാര്യം, നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അതുപോലെ ധാരാളം വർക്കുകൾ നടന്നു, നമ്മൾ ഓർക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബോഡിയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം അല്ലെ. അവിടെ എന്തോ ഒരു പവർ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു ഇലക്ട്രിസിറ്റിയും നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് അല്ലാതെ നമ്മൾ ഒന്നും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നില്ല. നോയിങ്ലി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അൺനോയിങ്ലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ, അങ്ങനെയൊന്നും അല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ബോഡിയെ നമ്മൾ വളരെയധികം സ്നേഹിക്കാൻ പഠിക്കുക. നമ്മുടെ ബോഡിയെ നമ്മൾ കാമാക്കാൻ ശ്രമിക്കുക കിട്ടുന്ന സമയം. അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുപോലെ ആ വേർഡ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അത് പ്രത്യേകം ഓർക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓർക്കും, ഇപ്പൊ ഇവിടെ നമ്മൾ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എത്ര കെയർഫുൾ ആയിട്ട് അല്ലെ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമുക്ക് സീരിയസ് ആയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ക്വയറ്റ് ആവാൻ പറ്റും. അത് തീരുന്ന സമയത്ത് ബ്രേക്ക് എടുത്ത് അത് അറിയാതെ സംഭവിച്ചോളൂ. ഓക്കെ, ഇപ്പം നമ്മളൊരു ബോക്സ് ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലങ്സിനും നമുക്ക് വളരെ യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ്. അത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം പതുക്കെ. എന്നിട്ട് അത് നമ്മുടെ ഡെയിലി റൂട്ടീനായി നമ്മൾ അറിയാതെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നോളൂ. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എന്തൊരു കുഞ്ഞു കാര്യത്തിനും, ഇന്ന് മാം പറഞ്ഞു അല്ലേ, രാവിലെ എഴുന്നേറ്റപ്പോഴേ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ദൈവത്തിന് താങ്ക് യു പറഞ്ഞു. അത് വളരെ വലിയൊരു പോയിന്റാ അല്ലെ. നമ്മൾ ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവം എന്ന് വിചാരിക്കുന്നത് ആ ഒരു ഇന്നർ പവറാണ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ പവർ. ഈ പവറിന് ഇപ്പൊ നമുക്ക് സൺലൈറ്റ് ഉണ്ട് ഒരു ഡിവൈൻ പവർ ആയിട്ട്.
ഈ ഈ സൺലൈറ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അതിനെ എങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക്, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. കുട്ടികളോടൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചോദിക്കും, അവർക്ക് അതിന് എന്താ ഉള്ളത് എന്ന് ചോദിക്കും അല്ലെ. ചിലപ്പോൾ ഞങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് ഉള്ളത് നന്ദി പറയാനായിട്ട്. ഫിസിക്കലി അല്ലെ നമുക്ക് ഈ മെറ്റീരിയലി കിട്ടുന്ന കാര്യങ്ങൾക്കല്ല അവരെ നന്ദിയുള്ളവരാക്കാൻ പഠിപ്പിക്കേണ്ടത്. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, നാച്ചുറലി കിട്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിനോട് നന്ദിയുള്ളവരായി വളർത്തണമേ നമ്മുടെ കുട്ടികളെ. പ്രത്യേകിച്ചും അവരവരുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കണം. സ്കൂളുകളിൽ ടീച്ചേഴ്സിന് വളരെ വലിയ റോളുണ്ട് അല്ലെ, അതെല്ലാവർക്കും അറിയാം, ടീച്ചറായിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ പേരൻസിന് ഏറ്റവും നല്ല റോളുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നമ്മൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പറഞ്ഞു, താങ്ക് യു ടു എവറി വൺ, താങ്ക് യു ടു എവറിത്തിങ്. ഓക്കെ, എവറിത്തിങ് ഞാൻ എസ്പെഷ്യലി സേ ദിസ് വേർഡ് ടു യു, ഡോണ്ട് ഫോർ മെറ്റീരിയൽ തിങ്സ്. നമ്മൾ ഈ ഭൗതികമായിട്ട് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾക്കല്ല, നല്ല ഷർട്ട് കിട്ടി, നല്ല ഡ്രസ്സ് കിട്ടി, അതിനു വേണ്ടി മാത്രമല്ല, അല്ലാതെ കാണുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളോടും നന്ദിയുള്ളവരായിരിക്കാൻ അവരെ ശീലിപ്പിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാനിപ്പോ സ്പിരിച്വാലിറ്റി റിലേറ്റ്, അതെന്റെ പവർ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്. അത് ശരിക്കും നമ്മൾ ഈ വലിയ എന്താ ഋഷിമാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവര് മാത്രം, അല്ലെങ്കിൽ അതുപോലെ ഹൈലി ഇങ്ങനെ റിലീജിയസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അത് നമ്മളെ കൊണ്ട് സാധിക്കും. സാധാരണക്കാരായ കുഞ്ഞു കുട്ടികൾക്ക് പോലും കാണിക്കും. അവർക്ക് മനസ്സിലാവും എന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന്. അവർക്ക് ആ ഒരു എബിലിറ്റി അവർക്ക് കിട്ടും. എങ്ങനെയാ? അവരെ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ. അത് അവർക്ക് കുഞ്ഞിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ കഥ പറയാം കേട്ടോ. അതായത് എല്ലാരും ഉണ്ടല്ലോ, അനക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം ഒരു ചെറിയ കഥ പറയാം കേട്ടോ. അതായത് നമ്മുടെ ശ്രീബുദ്ധൻ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പേരല്ലേ അദ്ദേഹം. ഓക്കെ നിഷാമ, ഓക്കെ. അപ്പം ശ്രീബുദ്ധൻ ഒരിക്കല് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വളരെ ഇൻസൾട്ടഡ് ആയിട്ട്, ശരിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറേ സംസാരിച്ചു. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഉള്ളൊരു ക്വാളിറ്റിയാണല്ലോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുക അല്ലെ. നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ ശ്രീബുദ്ധനെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടാതെ ക്വയറ്റായിട്ട്, അതിനെ കേട്ട പോലെ ഒരു ഭാവമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാര് ചോദിച്ചു, താങ്കൾ ഇത്രയൊക്കെ പറയുന്ന കേട്ടിട്ടും എന്തുകൊണ്ടാ പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുവാണ്, ഓക്കെ, നല്ലൊരു ഗിഫ്റ്റ് ആട്ടോ, അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഗിഫ്റ്റ് കൊണ്ടുവരിക. ആ ഗിഫ്റ്റ് ഞാൻ മേടിക്കുമ്പോഴല്ലേ അത് എന്റേതായി തീരൂ. ആ ഗിഫ്റ്റ് ഞാൻ മേടിച്ചില്ലെങ്കിലോ അത് ആരുടെ തന്നെ ആയിരിക്കും? ആ കൊണ്ടുവന്ന ആളുടെ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായോ പോയിന്റ്? അതായത് ഞാൻ ഓക്കെ താങ്ക് യു. അപ്പം ഓക്കെ, ഗുഡ് മോർണിംഗ്. എനിക്കിങ്ങനെ സൗണ്ട് ഒന്നും ഇങ്ങനെ കേൾക്കാതൊക്കെ ഇരിക്കുമ്പോൾ തല കുലുക്കുന്ന മാമിനെ മാത്രമേ എനിക്ക് കാണാം. അപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്, ക്ലാസ് എടുക്കുന്നവർക്കുണ്ടാവുന്ന, ഇങ്ങനെ വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖം തോന്നൂലല്ലോ. അത് എടുക്കുന്നവർക്ക് അറിയാം അല്ലെ, ചെയ്യുന്നവർക്ക്. ഓക്കെ, നമ്മൾ അതിൽ ശ്രദ്ധിച്ചിരിക്കല്ലേ മാഡം, അപ്പൊ മാഡം പറയുന്ന കാര്യം ശ്രദ്ധിക്കുവാണല്ലോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഡിസൈപ്പിള് ചോദിച്ചു, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ഗിഫ്റ്റ് ഒരു നല്ല ഗിഫ്റ്റ് ആര് കൊണ്ടുവന്നാലും നമ്മൾ ആ ഗിഫ്റ്റ് എപ്പോഴാണോ നമ്മൾ വാങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗിഫ്റ്റായിട്ട് അത് മാറുന്നത്. അതുവരെ ആ കൊണ്ടുവന്ന വ്യക്തിയുടെ തന്നെ ആയിരിക്കും. ഈ കഥ എല്ലാവരും ഓർക്കുക. കാരണം നമ്മുടെ മുമ്പിൽ ദിവസവും പല രീതിയിലുള്ള നല്ലതും ചീത്തയുമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുക.
അത് വാക്കുകളായാലും മറ്റുള്ളവരുടെ പ്രവർത്തികളായാലും നമ്മുടെ ചിന്തകളായാലും എല്ലാം അങ്ങനെ തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കൂ. അല്ലാതെ വരുന്ന ആരുടെയും എന്ത് കാര്യങ്ങളും എന്ത് നല്ലതായാലും ചീത്തയായാലും അത് നമ്മളെ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ നമ്മുടെ ലൈഫ് നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ദേഷ്യപ്പെട്ട് നമ്മൾ അവരോട് പറഞ്ഞാൽ പിന്നെ ആ ദേഷ്യം നമ്മളെ ബാധിക്കും. അത് നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഓ, മോശമായിപ്പോയി, അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ വേറെ ഒരു കാര്യം ഞാൻ അതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട തന്നെ ഒരു സ്റ്റോറി പറയാം. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് 2 തരം ചെന്നായ്ക്കൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ചെന്നായ്ക്കൾ അറിയാലോ, വൂൾസ്. ഈ വൂൾസ് ഇങ്ങനെ ഇരിക്കുക. ഒന്ന് ഭയങ്കര ദേഷ്യവും ഭയങ്കര പേടിയുമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. മറ്റേതോ ഭയങ്കര ലവും ഭയങ്കര പീസ്ഫുള്ളും ഉള്ള, ഭയങ്കര എന്ന വേർഡ് മോശമാണ്, നല്ല പീസ്ഫുള്ളും നല്ല ലവിങ്ങുമായിട്ടുള്ള ഒരു വൂൾഫാണ്. ഓക്കെ. നമ്മുടെ മനസ്സിൽ 2 തരം വൂൾഫ് ഉണ്ട്. ഒന്ന് നല്ല ദേഷ്യമല്ല, ഭയങ്കര ദേഷ്യവും ഭയങ്കര ഫിയറും ഉള്ളതാണ്. ഓക്കെ. അടുത്ത വൂൾഫ് എങ്ങനെയാ ഇരിക്കുന്നത്? നല്ല പീസ്ഫുള്ളും ലവിങ്ങുമാണ്. നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആരെയാണ് ഫീഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന്. നമ്മൾ ആർക്കാണ് ഫുഡ് കൊടുക്കേണ്ടത്, ആരെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ആരെ വളർത്തിക്കൊണ്ടുവന്നാലാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ എക്സ്റ്റേണലി ഉള്ള ലൈഫിന്റെ പുറകെ ഓടിയാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം കിട്ടുമോ? ഓക്കെ. എന്നിട്ട് നമ്മൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്കും നമ്മുടെ ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യണം. ചിലരെ പറയില്ല ഇങ്ങനെ, അവരിങ്ങനെ അടുത്ത് വരുമ്പോ തന്നെ കുറെ എനർജി നമുക്ക് കിട്ടുമെന്ന് പറയും, അല്ലെ? അതൊരു ഹീലിംഗ് ആണ്. അപ്പൊ നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമുക്ക് ഫിയറും ആങ്കറും എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്. വി ആർ വെരി സ്പെഷ്യൽ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. വി ആർ സ്പെഷ്യൽ, വി ആർ യുണീക്ക്. നമ്മൾ എപ്പോഴും നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തെറ്റ് ചെയ്യാത്ത ആളുകളൊന്നുമില്ല. അപ്പൊ നമ്മളെ ക്ഷമിക്കുക, നമ്മൾ നല്ലതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷൻ? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ. ഓക്കെ. കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ പറയുവാണെങ്കിൽ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട ഒരു 3-4 ബെനിഫിറ്റ്സ് പറയാം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? അപ്പൊ പിന്നെ ഞാൻ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. 1-2 പേര് സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, മറ്റുള്ളവരോട് നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കും. എന്ത് കേട്ടാലും നമുക്ക് അതിനെ പറ്റി ഒരു ബോധം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, വെരി ഗുഡ് അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന, താങ്ക് യു കേട്ടോ മാം. ഓക്കെ, ലവ് യു. ഓക്കെ മാം. ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുന്ന എന്താ? ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാകും. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാവും, അല്ലെ? നമ്മൾ എന്താ, നമ്മുടെ ശരികൾ എന്താ, നമ്മുടെ തെറ്റുകൾ എന്താ, ശരികളെ നമ്മൾ എങ്ങനെ കുറെ കൂടെ ശരിയാക്കി എടുക്കാം, അല്ലെ? തെറ്റുകളെ എങ്ങനെ നമുക്ക് റിലീസ് ചെയ്ത് കളയാം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത്. നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നു, ഇത് നമ്മുടെ ഒരു നെഗറ്റീവാണ്, നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അത് നമ്മൾ പഠിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു അവയർനെസ് കിട്ടും. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത്, നമുക്ക് ഒരു ഇമോഷണലി നമ്മൾ എങ്ങനെയാവും? നല്ല ബാലൻസ്ഡ് ആവും. ഓക്കെ. ഇനി വഴക്ക് പറഞ്ഞാലും ചിലർ പറയൂ ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും, അല്ലെ? ദേഷ്യപ്പെടുത്തും ഇല്ല, വഴക്കിടത്തതും ഇല്ല, പിന്നെ എന്താ പ്രയോജനം എന്ന് പറയും, അല്ലെ? വഴക്കിടാൻ വരുന്നവർ ചിലപ്പോൾ തിരിച്ചു പോവോ, ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർക്കും, അല്ലെ? അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ഏജ്ഡ് ആയി വരുമ്പോൾ നമുക്ക് സാധിക്കുന്നതായിരിക്കും. എന്നാൽ ചെറിയ കുഞ്ഞിലെ അതങ്ങനെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. വെരി സ്പെഷ്യലി ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അത് അവരുടെ ഭാഗ്യമാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനം, ഓരോന്നും ഏറ്റവും പ്രധാനമാണ്, അല്ലെ? അതായത് നല്ല റിലേഷൻഷിപ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. വീട്ടിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിലും, അല്ലെ? എല്ലാം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് കുട്ടികളെ ഇത് പഠിപ്പിച്ചാലുണ്ടല്ലോ, കുട്ടികളെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം പഠിപ്പിച്ചാൽ
അവർ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, അവരുടെ വിചാരം ഇപ്പൊ ഇതെന്തോ കണ്ണു അടച്ചിരിക്കുന്നതാണ്, പിന്നെ എന്താ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെയാ. അപ്പൊ അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പകരം അവരോട് പറയണം, നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ പോവാണ്, നിങ്ങൾ കളിക്കുവാണ്, ആ സമയത്ത് നിങ്ങൾ അത് എൻജോയ് ചെയ്ത് ആ കളിയിൽ മാക്സിമം എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ? അത് സ്പിരിച്വാലിറ്റിയാണ്. നിങ്ങളുടെ ഇന്നർ പവർ മുഴുവൻ ഉപയോഗിച്ച് നിങ്ങൾ അവിടെ എൻഗേജ്ഡ് ആയി നിന്ന് കളിക്കുന്നതാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിടുന്നു, ബഹളം വെക്കുന്നു, അത് പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് ആണ്. കാരണം നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന്റെ പവറാണിത്. നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്ന സ്ട്രെസ്, കുട്ടികൾക്ക് അയ്യോ എനിക്ക് 25-ല് 24.5 ആയി പോയി, സ്ട്രെസ്സാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. 23 ആയി പോയി, വിഷമ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ്സുകളിൽ നിന്ന് ഒന്നുമല്ല, ഞാൻ പഠിച്ചു, ഞാൻ എക്സാം എഴുതുന്നു, അത്രയേ ഉള്ളൂ. ഇതിനപ്പുറം ഇതൊന്നും അല്ല എന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചറിയുകയാണ്. അതുപോലെ നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ അറിയുക, പേരൻസിനാണ് ഏറ്റവും സ്ട്രെസ് അല്ലെ. അമ്മയായി കഴിഞ്ഞാൽ മക്കളെ കുറിച്ച് ഓർത്തുള്ള സ്ട്രെസ്, അച്ഛനാണെങ്കിൽ ബാക്കി വീട്ടിൽ ആർക്കും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾക്ക് പണ്ടുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയി. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും കാണും, 4 പേരും 4 ഫോണുമായിട്ട് 4 സ്ഥലത്തിരിക്കും, അതൊക്കെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ പിന്നെ ഈ ഫോണൊന്നും എടുക്കാൻ പോകില്ല, നമുക്ക് ടൈം കിട്ടൂല ഫോണിന്റെ പുറകെ ഒന്നും പോവാൻ. ബിക്കോസ് വി ആർ ഇൻ അനദർ ലൈഫ്, വി ആർ എൻജോയിങ് അനദർ സ്റ്റേറ്റ് ഓഫ് അവർ മൈൻഡ് അല്ലെ. നമ്മൾ വേറൊരു സ്റ്റേജിലായിരിക്കും. അപ്പൊ ചിലരൊക്കെ പറയും ഇവരെ കാണാനില്ല, സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ല. എന്തിനാണ് നമ്മൾ അതിന്റെയൊക്കെ പുറകെ പോയി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടേതായി ചെയ്യാൻ അതൊന്നും തെറ്റാണെന്നല്ല, അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, സന്തോഷിക്കട്ടെ, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഈച്ച് വൺ ഈസ് ഡിഫറെന്റ്, ഈച്ച് വൺ ഈസ് യുണീക്ക്. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയിരിക്കും? ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും, ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഓരോ പോയിന്റും വായിക്കുമ്പോൾ എനിക്ക് തോന്നും ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ട് എനിക്ക് തോന്നിയത് സ്ട്രെസ് റിഡക്ഷൻ ആണ്. ഓക്കെ, അതായത് സമ്മർദ്ദം ഒന്നും ഇല്ല, നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെയും തേടി പോകണ്ട. ഓക്കെ, അതുപോലെ നമ്മുടെ അടുത്ത് വന്ന് ആരെന്ത് പ്രശ്നം പറഞ്ഞാലും നമുക്ക് സ്ട്രെസ് ഒന്നും ഇല്ല. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കേട്ട് നമുക്ക് ആരോടും ഷെയർ ചെയ്യാനും പറ്റൂലല്ലോ. നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? കുറേ മനസ്സിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ കാണും എല്ലാവരുടെയും. പക്ഷെ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുക? ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു പവർ ഉണ്ട്. നമ്മൾ നമ്മുടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണ്ട. ഇതൊക്കെ എവിടെയോ നമ്മൾ അങ്ങ് സമർപ്പിക്കണം അല്ലെ. നമ്മള് ഡിവോഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വേർഡാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് സമർപ്പിച്ചു കൊടുക്കണം. ഓക്കെ, എനിക്ക് അതിന്റെ കറക്റ്റ് വേർഡ് സമർപ്പണം എന്ന് തന്നെയല്ലേ? ഓക്കെ, സമർപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. തിരിച്ചിപ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഈ ഭൂമി ഞാനില്ലെങ്കിൽ ഈ ഭൂമിയെ ഇല്ലെന്ന ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലെ. ഓരോരുത്തരുടെയൊക്കെ ഓരോ പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോഴുള്ള പവർ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് തോന്നും അല്ലെ. നെക്സ്റ്റ് മൊമെന്റ്, നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ ഉണ്ടോന്ന് ഒരു ഇതും ഇല്ല അല്ലെ, ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവം ഒക്കെ കണ്ടാൽ എന്താ? നമ്മളാണ് നമ്മളില്ലെങ്കിൽ നമ്മുടെ വീടില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇതൊന്നും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഒരു ചെറിയ അല്ലെ, ഈ ഭൂമിയിലെ ഒരു അണു എന്ന് പറയുന്ന പോലും അല്ല നമ്മൾ അല്ലെ. നമ്മൾ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞു നോളജുകളിലൊക്കെ നമ്മൾ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അറിയാത്ത എന്തെല്ലാം മനോഹരമായ കാര്യം ഈ ഭൂമിയിലുണ്ടല്ലേ. നമ്മൾ ഒരു 10-50 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ എന്താ അറിഞ്ഞിട്ടുള്ളത്? ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാം എനിക്കറിയാം, ഞാനാണ് പെർഫെക്റ്റ്. അപ്പൊ ആ ചിന്തകളൊക്കെ മാറ്റിയാൽ ഇതെല്ലാം ആരുടെയോ കൺട്രോളില്, ഞാൻ ഒരു ടൂള് മാത്രമാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിക്കേണ്ട, ഈ ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ട. താങ്ക് യു നിഷാമ. എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകേണ്ട ഒരു വ്യക്തിയാണ് എന്ന് മാത്രം വിചാരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും ലൈഫിൽ
അല്ലെ? ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മളങ്ങ് തകർന്നു പോകും. അയ്യോ വേണ്ട, ബാക്കിയുള്ളവരൊക്കെ നോക്കി ഇതൊന്നും ചെയ്യാത്തവര് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാക്കാനും എല്ലാത്തിൽ നിന്നും വിട്ടുമാറാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറെ സ്ട്രഗിൾസ് വരും കേട്ടോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഒന്നും നമ്മൾ തകർന്നു പോകേണ്ട കാര്യമില്ല. ഇതൊന്നും സ്ട്രഗിൾസ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട. നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ മീനിങ്, എന്താണ് ഇതിന്റെ പർപ്പസ്. ഞാൻ എന്നെ തന്നെ അറിയുന്നത് എന്തിനു വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടി ഞാനുണ്ടല്ലോ ഒരു 20-23 വയസ്സൊക്കെ പ്രായമുള്ള കുറെ കുട്ടികളോട് ഞാൻ നേരത്തെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അവരോടൊക്കെ അവർ ജോലിയൊക്കെ കിട്ടി ആയിട്ടുള്ള ഒരു 3-4 കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോഴുള്ള റിപ്ലൈ എന്താണെന്ന് അറിയാമോ? അയ്യോ ഭയങ്കര സ്ട്രഗിൾ ആട്ടോ, ഈ IT ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ മാം ഞങ്ങൾ വിഷമിച്ചു പോവാണ്, കുറെ ടാർജറ്റും അത് ഇതൊക്കെ, ബാങ്കിങ് ഫീൽഡ് ഒക്കെ ബുദ്ധിമുട്ടാ മാം എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പം? ഇനി ഒന്നും വേണ്ട, സമാധാനം മതി, പീസ് മതി എന്നാ അവര് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതായത് നമ്മൾ വിചാരിക്കും ഈ കുട്ടികളൊക്കെ ഈ ആർഭാടത്തിന്റെ പുറകെയും ബഹളത്തിന്റെ പുറകെയും ഒക്കെ നടക്കുന്നു. കാരണം നമ്മൾ പേരൻസ് കൊള്ളാത്തത് കൊണ്ടാണ്. ഞാൻ ഉറപ്പ് പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ റീസൺ നമ്മൾ തന്നെയാണ്. നമ്മൾ എപ്പോഴോ അവർക്ക് നമ്മളെ കിട്ടിയില്ല. എപ്പോഴോ നമ്മൾ തന്നെ കാമാവുക, ക്വയറ്റാവുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം കൂടുക, അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അവര് തേടി നടക്കുന്ന സന്തോഷങ്ങളുടെ പുറകെയാണ് അവരെല്ലാം നടക്കുന്നത്. നമ്മൾ അവരുടെ ഒപ്പമായിരിക്കുക, അവർക്ക് വേണ്ട പീസ് കണ്ടെത്താൻ നമ്മൾ അവരെ സഹായിക്കുക. ഓക്കെ, ഈ 5 പോയിന്റ്സ് ആണ് ഞാൻ പ്രധാനമായിട്ട് അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റി കൊണ്ട് ആയിരക്കണക്കിന് ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഇന്ന് കർക്കിടക വാവാണ്, എല്ലാവർക്കും തിരക്കാണെന്ന് അറിയാം. അപ്പം ഞാനും സജിന മാമിനോട് ഡേറ്റ് വെനസ്ഡേ നല്ല ഡേറ്റ് എന്നൊക്കെ നോക്കി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കർക്കിടക വാവാണെന്ന് കണ്ടത്. ഓക്കെ, അപ്പോൾ തിരക്കുള്ളവരുണ്ടാവും. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ശരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതല്ല എന്നുള്ളതും, ഈ ആത്മീയത എന്നത് നോയ്സിൽ നിന്ന് സൈലൻസിലേക്കുള്ള ഒരു ജേണിയാണെന്നും നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ സ്പിരിച്വാലിറ്റി എന്താണ് എന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഉറപ്പിച്ച് നല്ല ധൈര്യമായിട്ട് പറയുക, എൻ്റെ ലൈഫിനെ കാമും ക്വയറ്റും പീസ്ഫുള്ളുമാക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു വളരെ വലിയ എൻ്റെ ഇന്നർ പവറാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റി മൂലം ഞാൻ എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ടും ഹാപ്പി ആയിട്ടും എൻ്റെ ചുറ്റിലുമുള്ള എല്ലാ ജീവികളെയും സ്നേഹിക്കുകയും ഒന്നിനെയും ഉപദ്രവിക്കാതെയും വിഷമിക്കാതെയും ജീവിക്കുന്ന ഒരു നല്ല വ്യക്തി. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു, ഞാൻ ഈ ഡിവൈൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് ആണെന്നും എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പവറാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. പ്രത്യേകിച്ചും റെസ്പോണ്ട് ചെയ്തവർക്കും സാർ പറഞ്ഞ പോലെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, മാം പറഞ്ഞതുപോലെ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ശരീരം. അതിന് വിലമതിക്കാൻ പറ്റില്ല. ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരം. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. അതിന് സ്പിരിച്വാലിറ്റി ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ആ നിലയിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഇപ്പൊ ഒരാൾ നമ്മളെ നോക്കി 4 ചീത്ത പറഞ്ഞാൽ പോലും അവരോടൊന്നും തിരിച്ചു പറയാൻ എങ്ങനെയാണ് നമ്മൾ അതിനെ അറിയിക്കുക.
പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞതില് നമ്മൾ നല്ല രീതിയിൽ വേണമെങ്കിൽ പ്രതികരിക്കാം. ഒന്നും മിണ്ടാതിരുന്ന അവർ വിചാരിക്കും നമ്മൾ പൊട്ടനാന്ന് ഓർക്കും. അങ്ങനെയല്ല. എന്നാരും നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് നമ്മളെ എത്ര ചീത്ത പറഞ്ഞാലും നമുക്കത് യേശുന്നില്ല, നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്നില്ല, നമ്മൾക്ക് അതിൽ ഒരു വിഷമം തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് നമ്മളെ എത്തും. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു മാം. രാവിലെ തന്നെ നല്ലൊരു ഇത് കിട്ടി, എന്താ ഒരു ഊർജം കിട്ടി. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. യു ആർ ഓൾസോ ആൻ എനർജി ടു മീ. എനിക്കൊരു ശക്തിയായിരുന്നു കേട്ടോ. താങ്ക് യു. മാമിന്റെ പേരെന്താ? എനിക്ക് പേര് വിവോന്ന് ചെയ്തിരിക്കുന്നതുകൊണ്ട് പേരറിയില്ല. ആ ഓക്കെ, കോമളവല്ലി. കോമളവല്ലി. താങ്ക് യു മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ദീപ്തി മാം. പറഞ്ഞോ. ഹലോ മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. രാവിലെ നല്ലൊരു ദിവസമായിട്ട് സെഷൻ ചെയ്തപ്പം നമുക്കറിയാത്ത കുറെ കാര്യം കൂടി കിട്ടി. നല്ല പോയിന്റ്സ് ആണ് മാം പറഞ്ഞത്. ഈ ക്ലാസ് കഴിഞ്ഞപ്പം മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം, ഒരു ഹാപ്പി ഉണ്ടായി. താങ്ക്സ് മാം. താങ്ക് യു ദീപ്തി മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അൻസർ സർ. I am very happy. സുഖല്ലേ? Sometimes I watch status. സ്റ്റാറ്റസ് കാണുമ്പോഴേ ഭയങ്കര സന്തോഷാട്ടോ. നമ്മളിങ്ങനെ വീട്ടില് തിരിച്ചു ചെന്ന പോലെ എനിക്ക് തോന്നും. വല്ലപ്പോഴും അല്ലേ വീട്ടിലൊക്കെ പോകുന്നത്, അതുപോലെ തോന്നും കാണുമ്പോ. അതെ, ഞാനും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. ഞാൻ സാധാരണ ഇങ്ങനെ കയറുന്ന സമയത്ത് ചില സമയങ്ങളില് മിസ് ചെയ്ത് പോവാറുണ്ട് ഇപ്പൊ ക്ലാസ്. എന്നാലും ഇന്ന് ഞാൻ കയറിയപ്പോഴേ ബോബി മേമോ ഞാനും അത്ഭുതപ്പെട്ടു പോയായിരുന്നു സദിന മാം വിളിച്ചപ്പോഴേ. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ കർക്കിടക ഭാവം എന്നൊക്കെ ഓർത്തപ്പോ സാധാരണ വെളുപ്പിനെ പോയാണ് ബലിയൊക്കെ ഇടുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാം, പിന്നെ ഈ മാമിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്തു. തിരിച്ചു വന്നതും വല്ല പവർഫുൾ സെഷൻ ആയിട്ട് തന്നെയായിരുന്നു. നമ്മളിലേക്ക് തന്നെ തിരിച്ചറിയുക അല്ലെ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാർക്കും ചിന്തിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ ചിന്തകൾ എന്ന് പറയുന്നത് 50,000 to 80,000 വരെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ അത്ഭുതങ്ങളാണ്. പ്രകൃതിയിൽ മൊത്തം അത്ഭുതങ്ങളാണ് ശരിക്കും. അതിലേക്കൊന്നുമല്ല നമ്മളുടെ ചിന്തകൾ പോണത്. എങ്ങനെ നമ്മൾ വളരെ എങ്ങനെ ഇതുണ്ടാക്കാം, അതുപോലുള്ള കാര്യങ്ങളിലാണ് പോകുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ അത്ഭുതങ്ങളാണ്, എന്നാലും നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര അത്ഭുതങ്ങൾ. എനിവേ തിരിച്ചറിയാനുള്ള ഒരു അവയർനെസ് നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. ആദ്യമായിട്ടാണ് ഞാൻ സാറിന് പരിചയമില്ലായിരുന്നു. ഓക്കെ, എന്നാലും സൗണ്ട് ഇപ്പൊ മനസ്സിലായി. പറയുന്നത് ഇതുവരെ നമ്മൾ അറിഞ്ഞെടുത്തോളം മാഡം പറഞ്ഞ പോലെ ഇങ്ങനെ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആണ്, അപ്പോൾ ആത്മീയതയാണ്, അങ്ങനെയുള്ളതാണ് കേട്ടിട്ടുള്ളൂ. അതിനെ കൂടുതൽ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളോട് മുന്നോട്ട് പോയിട്ടില്ല ഓൾറെഡി. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് എന്ന് പറയേണ്ട റിയാലിറ്റി എന്താണെന്ന് കുറച്ചും കൂടി ഏറ്റവും ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ കൂടുതൽ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ശരീരവും മനസ്സും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യലാണ് പ്രധാന ഘടകം. നമ്മൾ മറ്റെന്തൊക്കെയോ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ സൈഡിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാര്യങ്ങൾ, പണമാണ്, മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി അത്യാവശ്യമാണ്. അങ്ങനെ ജീവിതത്തിൽ ഓരോരോ പാഠങ്ങൾ ഇങ്ങനെ വിംബിൾഡണിലേക്ക് വന്നതിന് ശേഷം ഓരോരോ പാഠങ്ങള്, പുതിയ സംഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. അപ്പൊ മാഡം ഇത്രയും എന്ന് പറയേണ്ട, മാഡം കുറച്ച് സന്തോഷമായി പോലെ തോന്നുന്നുണ്ട്. ആളുകൾ തുടങ്ങുമ്പോ അങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ നല്ല ക്ലാസ്, ഇന്ന് കൂടുതൽ അറിയാനുണ്ട് മാഡം. അപ്പൊ അടുത്ത എന്തെങ്കിലും നല്ലൊരു സമയത്ത് ക്ലാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ടൈം ഉണ്ട് മാഡത്തിന്. ഇല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈവനിങ്ങിലും ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ സർ, ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
കൂടുതൽ സംസാരിക്കുന്നില്ല. ഇപ്പൊ മേഡത്തിന് എന്തോ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതും അതെ ഒരു അതെ സൈഡിൽ കാര്യങ്ങളും മനസ്സിന് സംതൃപ്തിയാണല്ലോ അതെ ഉണ്ടാക്കുന്നത്. അതെ അതെ അതെ. നിഷ മാം, ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു നിഷ മാം. താങ്ക് യു മാം. സാറ് പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വാലിറ്റി നമുക്ക് നമ്മുടെ ദൈവമായിട്ട് ബന്ധപ്പെട്ട ദൈവഭക്തി അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ഇത് മാറി ഇപ്പൊ വേറെ സംഭവങ്ങളൊക്കെ എന്നുള്ള ഒരു ഇത് കിട്ടി. അതെ. താങ്ക് യു. നല്ല കാര്യമായിരുന്നു. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജിഷ മാം, ഹൗ ആർ യു? ഐ ആം ഫൈൻ മാം. ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ അറിയുക, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ്ഫുൾ ആയിരിക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടെ ചെയ്യുമ്പം പതിയെ പതിയെ നമുക്കും ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് മാം. താങ്ക് യു മാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു ജിഷ മാം, താങ്ക് യു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? കർക്കിടമാവ്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ കേട്ടോ. പ്രത്യേകിച്ചും സദിന മാം, ഒത്തിരി നന്ദി കേട്ടോ. ശരിക്കും ഞാൻ വിമ്പിളില് നേരത്തെ നമ്മൾ കറക്റ്റ് ആയിട്ട് എനിക്കത് എല്ലാ ദിവസവും കറക്റ്റ് വന്നിരിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞാൻ കുറെ എൻഗേജ്ഡ് ആണ് കുറെ കാര്യങ്ങളിൽ. അപ്പൊ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കും. ഞാൻ ഫുൾ ടൈം വീഡിയോ ഒക്കെ ഓൺ ആക്കി റെസ്പോണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ജഗദീശ് ഡിവൈൻ പവർ എന്നെ അതിന് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നത്. പിന്നെ എല്ലാവർക്കും കേട്ടോ, ഈ പങ്കെടുത്ത നമ്മൾ 15 പേര് അല്ലെ 16 പേരായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. അത്രയും പേർക്കും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി വീഡിയോ കാണുന്നവർ കാണും, അവരോടും ഞാൻ പറയുന്ന ഇത് തന്നെയാണ്. നമ്മൾ നമ്മളെ അറിയാൻ ശ്രമിക്കുക. നമ്മളൊരു വളരെ വലിയ ശക്തിയാണ് അല്ലെ. നമ്മളൊരു മെഷീൻ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള AI എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ എന്തോ വലിയ ശക്തി എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറമായിട്ടുള്ള വളരെ വലിയൊരു ശക്തിയാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അതിന് നമ്മളെ ഡിവൈൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഐ ലവ് യു ഓൾ. താങ്ക് യു വൺസ് മോർ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ മേഡം, ഒരുപാട് നന്ദികൾ. സന്തോഷം. ഓക്കെ ഉണ്ടാവട്ടെ. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു. സദിന മാം ലീവ് ചെയ്തോട്ടെ മാം.